Hi kids, welcome back. Hope you all are excited for today's lesson. Yes, so let's begin today's lesson with a prayer. So all of you join your hands, close your eyes wherever you are. Okay, let's pray. Heavenly Father, we thank you and we praise you for this wonderful time. Thank you for this wonderful opportunity to learn more about you and to learn the attributes about you. We thank you, Father, Lord. We want to pray for all the children watching our Sunday school. We want to pray for their parents. We want to pray for everyone watching this, God. Pray that you would bless them, that you would help them to understand more about you, and they would, Lord, grow up to be men and women of you, O God, who would love you and who would follow you all the days of their life, Lord. We want to commit the entire team behind the Sunday school, working behind it, Lord God. We pray that you would bless them, equip them, and you would use each one of us to, Lord, be a blessing to many more, God. We bless you and we thank you, God. In Jesus' name we pray. Amen. Hello everyone. നമ്മൾ ദൈവത്തെക്കുറിച്ച് കുറെ യുണീക്ക് ആയിട്ടുള്ള അട്രിബ്യൂട്ട്സ് പഠിച്ചു അല്ലേ? ദൈവത്തിന്റെ കുറെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. അപ്പൊ ദൈവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടാ? നമുക്കിന്ന് കുറച്ചുകൂടെ പഠിച്ചാലോ? Now that you've learned some unique attributes about God, do you feel that you know little something about God and you feel that you want to know more about Him? Right? So shall we do that? Now what is a God? എന്താണ് ദൈവം എന്ന് പറയുന്നത്? ഡിക്ഷണറി തുറന്നു നോക്കിയാൽ ദൈവം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ കിട്ടും. ഇറ്റ് സേസ് ദാറ്റ് ഗോഡ് ഇസ് എനിത്തിങ് ഓർ എനിവൺ, സംതിങ് ഓർ സംവൺ ബിഫോർ വിച്ച് പീപ്പിൾ ബോ ഓർ വർഷിപ്പ്. ദൈവം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനമോ ഒരു വ്യക്തിയോ ആയിരിക്കും. അതിനു മുമ്പിൽ ആൾക്കാർ കുമ്പിടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഏതോ ആണ്, അതാണ് ദൈവം എന്നാണ് ഡിക്ഷണറി പറയുന്നത്. അപ്പം നമ്മൾ കാലാകാലങ്ങളായിട്ട് ഏതൊരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ഈ ദൈവം എന്ന് പറയുന്ന ആളെ ആരാധിക്കാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. അങ്ങനെയാണ് ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്നത്. God has made man in such a way that he desires to worship and talk to him. That is inside each one of us. പക്ഷെ മൃഗങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കത്തില്ല. Animals cannot do that. കുട്ടികളെ, നിങ്ങൾ ചരിത്രം പഠിക്കുന്നുണ്ടോ സ്കൂളില്? Are you studying a subject called history in school? Yeah? ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കും കേട്ടോ. You know, in that you learn a lot of interesting things about the history of mankind. You learn a lot about a lot of people, kinds of people in history. ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഗ്രീക്ക് ആൾക്കാരുണ്ട്, റോമൻസ്, ഈജിപ്ഷ്യൻസ്, വൈക്കിങ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങളുടെ മുമ്പിൽ അവർ ആരാധിക്കുകയും കുമ്പിടുകയും ഒക്കെ ചെയ്യായിരുന്നു. എന്നിട്ട് അവർ ഈ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ the thing is that even though they had a lot of gods before whom they bowed and worshipped and all that, none of these gods were of having life. They did not have life and they were powerless. ഇവയ്ക്കൊന്നും ജീവനുമില്ലായിരുന്നു. ഇവരെല്ലാം നിസ്സഹായരമായിരുന്നു ഈ ദൈവങ്ങള്. അപ്പൊ ഇതൊന്നും സത്യദൈവമല്ലായിരുന്നു. None of these were the true God. Now let's come to the present. ഇപ്പൊ now when you look around, ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കുമ്പോഴത്തേക്ക് എന്താ കാണുന്നതെന്ന് വെച്ചാല് ഒരുപാട് ബിംബങ്ങൾ, അതായത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. കല്ലുകൊണ്ടും മണ്ണ് കൊണ്ടും തടി കൊണ്ടും ഒക്കെ ഒരുപാട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. പീപ്പിൾ മേക്ക് ഐഡൽസ് ഔട്ട് ഓഫ് ക്ലേ, സ്റ്റോൺ, wood and all that. These idols are not God. So these idols which people worship are not having life. They are powerless and they cannot respond when you call out for help. Did you understand that? Yeah. ഇനി നിങ്ങൾ ചുറ്റും നോക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. വേറൊരു രീതിയിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ള ഒരു ദൈവം വരും. അതായത് നമ്മൾക്ക് ചില കാര്യങ്ങളോട് ഒരു പക്ഷേ പൈസയോടായിരിക്കാം, അല്ലെങ്കിൽ ടിവിയോടായിരിക്കാം, മൊബൈലിനോടായിരിക്കാം, ചില കളികളോടായിരിക്കാം, ഫുട്ബോൾ ടീംസ്, അപ്പൊ ഈ സാധനങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ
റോക്ക് സ്റ്റാർസിനോടായിരിക്കാം, റോക്ക് സോങ്സിനോടായിരിക്കാം. ഇതിനോടെല്ലാം നമുക്ക് അമിതമായിട്ടുള്ള ഒരു കമ്പം വരുമ്പോൾ അല്ലെങ്കിൽ താല്പര്യം വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇഫ് യു ഹാവ് very big interest in all these things like maybe television or mobile or football or football team, any other game, or rock stars or rock songs, all these things, when it becomes the center of your life, it becomes wrong. Now why is it wrong? Because it becomes like God in your life, the kind of God that you worship and bow and always talk to and think about and all that. നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും മനസ്സിലിട്ട് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അത് മാറുന്നു. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവമായി മാറുന്നു. പക്ഷെ സത്യത്തിൽ അത് ദൈവമാണോ? അല്ല. കാരണം ഇവയ്ക്കൊന്നും നമ്മളെ സഹായിക്കാൻ സാധിക്കത്തില്ല. ഇവയ്ക്കൊന്നും ജീവനില്ല. ഇവയ്ക്കൊന്നും നമ്മളെ നമുക്ക് ശക്തി തരാനോ നമ്മളെ സഹായിക്കാനോ സാധിക്കത്തില്ല. അതിനാൽ ഇതൊന്നും ദൈവമല്ല. അപ്പൊ ഇതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അറ്റത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് താല്പര്യമുണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അറ്റത്തോട്ട് കീപ് ഇറ്റ് അറ്റ് ആംസ് ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പൊ കുട്ടികളെ, ഹൗ മെനി ഗോഡ്സ് ആർ ദേർ? എത്ര ദൈവങ്ങളുണ്ട്? ശരിക്കും ഒരുപാട് തെറ്റായ ദൈവങ്ങളുണ്ട് അല്ലെ? പക്ഷെ ഇതൊന്നും ശരിയായ ദൈവമല്ല. പലരും പറയും ഇതാണ് ശരിക്കുമുള്ള ദൈവങ്ങൾ എന്ന്. പക്ഷെ ശരിക്കും അത് ശരിക്കുമുള്ള ദൈവം അല്ല. എന്തുകൊണ്ടാണ്? കാരണം അവയ്ക്കൊന്നും കാണാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല. They cannot see or hear, they cannot save or they cannot help us. അവർക്ക് നമ്മളെ രക്ഷിക്കാനോ സഹായിക്കാനോ സാധിക്കത്തില്ല. അപ്പൊ അതൊന്നും ശരിക്കുമുള്ള ദൈവമല്ല. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, there is only one true God. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഐസായ 46:9 പറയുന്നുണ്ട്, I am God and there is no one else. ഞാൻ ദൈവമാകുന്നു, വേറെ ആരും തന്നെ അല്ല എന്ന്. I am God and there is no one else like me. ഞാൻ ദൈവമാണ്, വേറെ മറ്റാരും എന്നെ പോലെ ഇല്ല എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? It's very easy for us to understand, isn't it? That there is only one true God and that is the living God. That's right. ഈ ബൈബിൾ തന്നെ, വചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഒരുപാട് തെറ്റായ ദൈവങ്ങളെ മനുഷ്യർ ആരാധിക്കുമെന്ന്. The Bible itself tells us that people will actually go after a lot of false gods. Did you know that? In the Bible, there is a man, a prophet called Elijah. Elijah believed in the one true God. Elijah ഒരേ ഒരു സത്യ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. He lived in a country where 450 other false prophets who worshipped a false god called Baal lived there. എലീജ ജീവിച്ചിരുന്ന സ്ഥലത്ത് അവിടെ 450 വേറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് എല്ലാവരും തെറ്റായ ഒരു ദൈവത്തെ, ബാൽ എന്ന് പറയുന്ന തെറ്റായ ഒരു ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അപ്പൊ എലീജ അവരെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു. എലീജ planned and he challenged these people. Did you know what happened? You want to know? What's this? ഇത് കണ്ടു നോക്കിയേ എന്താ സംഭവിച്ചതെന്ന് അറിയാം. King Ahab and his evil queen Jezebel have led Israel astray by worshipping other gods. The land is gripped by a terrible drought. While the prophets of God have been under siege by Jezebel's orders to kill them, the worship of Baal has flourished. Elijah, God's prophet, demands to see Ahab. Ahab went to meet Elijah, and when he saw him, Ahab shouted, "There you are, the biggest troublemaker in Israel!" Elijah answered, "You're the troublemaker, not me. You and your family have disobeyed the Lord's commands by worshipping Baal. Call together everyone from Israel and have them meet me on Mount Carmel. Be sure to bring along the 450 prophets of Baal and the 400 prophets of Asherah who eat at Jezebel's table." Ahab got everyone together. Then they went to meet Elijah on Mount Carmel. Elijah stood in front of them and said, "How much longer will you try to have things both ways? If the Lord is God, worship him.
But if Baal is God, worship him." The people did not say a word. Then Elijah continued, "I am the Lord's only prophet, but Baal has 450 prophets. Bring us 2 bulls. Baal's prophets can take one of them, kill it, and cut it into pieces. Then they can put the meat on the wood without lighting the fire. I will do the same thing with the other bull, and I won't light a fire under it either. The prophets of Baal will pray to their God, and I will pray to the Lord. The one who answers by starting the fire is God." "That's a good idea," everyone agreed. Elijah said to Baal's prophets, "There are more of you, so you go first. Pick out a bull and get it ready, but don't light the fire. Then pray to your God." They chose their bull. Then they got it ready and prayed to Baal all morning, asking him to start the fire. They danced around the altar and shouted, "Answer us, Baal!" But there was no answer. At noon, Elijah began making fun of them. "Pray louder," he said. "Baal must be a god. Maybe he's daydreaming or using the toilet or traveling somewhere. Or maybe he's asleep and you have to wake him up." The prophets kept shouting louder and louder, and they cut themselves with swords and knives until they were bleeding. This was the way they worshipped, and they kept it up all afternoon. But there was no answer of any kind. Elijah told everyone to gather around him while he repaired the Lord's altar. Then he used 12 stones to build an altar in honor of the Lord. Each stone stood for one of the tribes of Israel, which was the name the Lord had given to their ancestor Jacob. Elijah dug a ditch around the altar, large enough to hold about 13 quarts. He placed the wood on the altar. Then they cut the bull into pieces and laid the meat on the wood. He told the people, "Fill 4 large jars with water and pour it over the meat and the wood." After they did this, he told them to do it 2 more times. They did exactly as he said, until finally the water ran down the altar and filled the ditch. When it was time for the evening sacrifice, Elijah prayed, "Our Lord, you are the God of Abraham, Isaac, and Israel. Now prove that you are the God of this nation, and that I, your servant, have done this at your command. Please answer me, so that these people will know that you are the Lord God, and that you will turn their hearts back to you." The Lord immediately sent fire, and it burned up the sacrifice, the wood, and the stones. It scorched the ground everywhere around the altar and dried up every drop of water in the ditch. When the crowd saw what had happened, they all bowed down and shouted, "The Lord is God! The Lord is God!" കണ്ടില്ലേ, ആ 450 ബാലിന്റെ പ്രവാചകന്മാര് ദിവസം മുഴുവൻ ആ തെറ്റായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല, അല്ലേ? The 450 people who worshipped the false god named Baal, the whole day they prayed to this Baal and nothing happened, isn't it? They prayed and worshipped and yet nothing happened. Because this Baal was a false god, he could not hear or see or respond to the people. But as for Elijah, Eliyav എന്താണ് ചെയ്തത്? ആൾട്ടറിന്റെ മേലിൽ വെള്ളം ഒഴിച്ചു. He poured water over the altar. Actually, he made it even more difficult for the altar to catch fire, isn't it? അത് കത്താനായിട്ട് ഒന്നുകൂടെ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്തത് വെള്ളം ഒഴിച്ചപ്പോ, ശരിയല്ലേ? But he was so sure that the God he worshipped was the one true living God. And very simply and clearly, he prayed to this true God. And fire came from heaven and completely burned the altar, the animal, and even licked up the whole water. Amazing, isn't it? Eliyahu പ്രാർത്ഥിച്ചത് ശരിയായ ജീവനുള്ള ഒരേ ഒരു ദൈവത്തോടാണ്. ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചത്. എന്നിട്ട് ദൈവത്തോട് വളരെ സിമ്പിൾ ആയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടു. ജീവനുള്ള ദൈവം കേട്ടു പ്രാർത്ഥന. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ആ ഓൾട്ടറും ആ മൃഗങ്ങളും എല്ലാം വെള്ളം ഉൾപ്പെടെ എല്ലാം തന്നെ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ ദൈവം
പ്രാർത്ഥന കേട്ടു അല്ലേ? So he was the one true living God, and that is why he responded to Elijah's prayer. It's amazing, and how powerful, isn't it, this one true living God of ours, isn't it? തീ ദൈവമാണോ? Can fire be God? No, fire is not God. It's just a form of energy. God is spirit. He has no form, but he is also a person who cares for us. റൂബൻ, എന്താ കയ്യിലിരിക്കുന്നത്? Kangaroo. കാങ്കറു ദൈവമാണോ? അല്ല. അല്ലേ? അതെന്താ? Kangaroo animal അല്ലേ? Kangaroo ഇങ്ങനെ കാട്ടിലൊക്കെ കാണുന്നതല്ലേ? കാങ്കറു ആണ് സഹായിക്കാൻ പറ്റില്ലല്ലോ. ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ദൈവമാണോ ആഗ്നസ്? അല്ല, ഇതെങ്ങനെയാ ദൈവമാകുന്നത്? ദൈവം ആത്മാവല്ലേ? ദൈവത്തിനെ ആർക്കും കാണാൻ സാധിക്കില്ല. ദൈവമല്ലേ ഈ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത്? Jaden, is a rock a god? The rock is not a god because God created the rocks. It is a non-living thing. It does not understand our feelings. It does not act. It does not know. ആൽഫ്രഡ്, ഈ കാണുന്ന സ്റ്റോൺ ഐഡൽ ദൈവമാണോ ആൽഫ്രഡ്? അല്ല, ഇതെങ്ങനെയാ ദൈവമാകുന്നേ? ഇതിന് നിന്നടുത്തുനിന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ദൈവം സർവ്വവ്യാപിയാണല്ലോ. ഇതിന് കാണാനും കേൾക്കാനും സംസാരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇത് ദൈവമല്ല. സാന്ദ്ര, ഇത് നോക്കിയേ, ഇത് ജീസസിൻ്റെ പടമാണ്. ഇതാണോ ജീസസ്? ഈ പടത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും നടക്കുമോ? ഒരിക്കലും അല്ല. ഒരു പടത്തെ കാണിച്ച് നമുക്ക് ദൈവമാണെന്ന് പറയാൻ കഴിയില്ല. ഈ സമുദ്രവും ഭൂമിയും ആകാശവും സൃഷ്ടിച്ച ഈ ദൈവത്തെ, ഇത്രയും വലിയൊരു ദൈവത്തെ നമുക്ക് ഈ പടത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് ദൈവമാണെന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ദൈവം ആത്മാവാണ്. ദൈവത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പടം ദൈവമാണെന്ന് പറയാൻ സാധിക്കും? Are pop stars, film stars, or cricketers, god men, gods? No, they're not gods because they're just humans like you and me. They are not eternal. They will die someday, and they are God's creation. So they cannot be gods. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സ്പെഷ്യൽ മാജിക് കാണിച്ചു തരാം. Let me show you something very special today. I'm going to show you how to make 3 into 1. Are you guys curious? ഇന്ന് ഞാൻ 3നെ 1 ആക്കാൻ എങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇതിനായിട്ട് ഞാൻ 3 കഷ്ണം കയറെടുത്തിട്ട് അത് 3 എണ്ണവും കൂടെ കൂട്ടിക്കെട്ടും. ഈ 3 എണ്ണവും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് പിന്നെ അതിനെ 1 ആക്കി കാണിച്ചു തരും. അങ്ങനെയാണ് 3നെ 1 ആക്കി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇവിടെ I've taken 3 pieces of rope and I've tied it really tight together. Okay, നല്ല മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഒരു പോത്തില്ലെന്ന് വിചാരിക്കുന്നു. കൈ വലിക്കുന്നു. നല്ലോണം മുറുക്കി കെട്ടിയിട്ടുണ്ട്. കണ്ട, ഇപ്പം 3 കഷ്ണം കയർ എന്തായി? 1 കഷ്ണമായില്ലേ? ടാ, ഇല്ലല്ലേ? ഇതിപ്പോഴും 3 കഷ്ണം അല്ലേ? നിങ്ങക്ക് മനസ്സിലായില്ലേ? പോട്ടെ, ഞാൻ ഇത് ശരിക്കും മാജിക് ആണ്. Shall I show you some real magic? Okay, now I'll have a lesson to tell you through this magic. Okay, from this trick I want to give you a very important lesson. അപ്പൊ ഞാൻ ശരിക്കുള്ള മാജിക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഇത് ഒറ്റ കഷ്ണം വയറാക്കാൻ മാജിക് ചെയ്യണമെങ്കിൽ എന്റെ I need my magic wand. നോക്കാം എന്താ സംഭവിച്ചേ നോക്കാം. Let us see. Wow, it has become 1. 3 ഒന്നായി, ഒറ്റ വയറായി, ഒറ്റ കയറായി. So 3 has become 1 and hence the magic is done. Are you guys impressed now? Cool, isn't it? Yeah. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയായിരുന്നോ? ദൈവം 3 in 1 ആണ്. 1ൽ 3 ആണ്. നിങ്ങൾക്കത് അറിയായിരുന്നോ? ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് കൂടുതൽ പഠിക്കാം ഇതിനെപ്പറ്റി. Okay, let us learn more about this. Okay,
Okay, kids. Now, how much is 1 plus 1 plus 1? Is that good mathematics? ഇത് ശരിക്കുള്ള കണക്കാണോ? Is your answer to this problem the same? നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇത് തന്നെയാണോ? അല്ല അല്ലേ? ഇതപ്പോ തെറ്റാണ്. It's wrong, right? Yet I'm going to show you today that there is one way in which this is correct. There is only one God. ഒരേ ഒരു ദൈവമേ ഉള്ളൂ അല്ലേ? There is only one God. But we believe that, and to some extent we understand it. All other gods are false gods. നമുക്കതറിയാം. പക്ഷെ ഇതല്ലാതെ നമ്മുടെ ഒരേ ഒരു ദൈവം അല്ലാതെയുള്ള ബാക്കി എല്ലാ ദൈവവും തെറ്റായ ദൈവങ്ങളാണ്. Remember, we learned that God is a person. നമ്മൾ ദൈവം ഒരു ആളാണ് എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? And the Bible also teaches us that there are 3 persons in that one God. 3 separate persons and yet only one God. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഈ 3 ആൾക്കാരിലും ഒരു ദൈവമാണെങ്കിലും ഇതിൽ 3 ആണ്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് അങ്ങനെ. ഈ 3 വെവ്വേറെ ആൾക്കാരാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. The first person is God the Father. ആദ്യത്തേത് പിതാവാകുന്ന ദൈവം. And the second person is God the Son. രണ്ടാമത്തെ ആള് പുത്രനായ ദൈവം. And the third person is God the Holy Spirit. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം. 3 persons, but still together one God. 3 ആളാണെങ്കിലും ഒരുമിച്ച് ഒരൊറ്റ ദൈവം. Do you see what I mean when I write 1 plus 1 plus 1 equal to 1? ഇപ്പോ ഞാൻ ഈ എഴുതിയ 1 plus 1 plus 1 equal to 1 എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? Now, let's watch a video. When I was a kid, my grandma would correct me if she heard me using bad grammar. For instance, if I told her something like, "My friend draws good," she would say, "No, Dale, he doesn't draw good, he draws well." Grammar lays out the basic rules of a language to ensure we're speaking correctly. And if you grew up with a grandma like mine, you'll know that good grammar is essential to effective communication. So, Christians believe that God is Trinitarian. The word Trinity means 3 in 1, and to say that God is a Trinity means he is one single, undivided God, and yet at the very same time, 3 distinct persons, Father, Son, and Holy Spirit. This can cause a lot of confusion among non-Christians who know as well as we do that 1 plus 1 plus 1 equals 3. So either the Christians worship 3 different gods, or they just can't do simple math. Even many Christians find the idea of the Trinity difficult to explain, so they don't tend to emphasize it a lot. This confusion comes, in part, because often we think about the Trinity as though it were sort of a schematic that describes what God's inner workings look like. And because God is God and we're not, any attempt to sketch out a schematic for God is bound to fail. So perhaps a better way to think about the Trinity is as a grammar for God talk. Just like English grammar lays out the guidelines for using the English language correctly, the Trinity lays out the guidelines for speaking correctly about God. You see, the very first Christians were all first-century Jews, and they took the teaching of the Torah very seriously when it says that the Lord your God is one God, and you shall love him with all your heart. There's only one God. That's the most basic rule of God grammar. But at the same time, they had encountered the man, Jesus Christ, a first-century Jew who taught them to pray to God as if they were talking to a loving Father. And then they saw him crucified and rise again the 3rd day. And here's the thing, their encounter with the living Jesus was so profound that they began to worship him as God. So, Jesus is God. That's another rule of God grammar. But then, if someone were to ask them, "Are you saying that Jesus is the same as God the Father?" they would have had to say, "No, Jesus is fully God, otherwise we can't worship him. But at the same time, he spoke to God as his heavenly Father and taught us to do the same. So Jesus is not God the Father." To say that would be bad grammar. Of course, 50 days after Jesus' resurrection, the Holy Spirit came and filled those first Christians up to overflowing with his love. And the experience they had of the Holy Spirit was just like the experience they had of Jesus. So they started talking about the Holy Spirit in the same way as they did Jesus. The Holy Spirit is God. Good God grammar. But the Holy Spirit reveals Jesus to us and reminds us of his teaching, so he's not the Son or the Father. To say that would be bad grammar. The Trinity then lays out the guidelines for speaking correctly about God. There's only one God. The Father is God, the Son is God, and the Holy Spirit is God. The Son is not the Father and the Holy Spirit is not the Son. All those statements are good grammar. But if we say that the Father, the Son, and the Holy Spirit are all just different appearances of the same single God, or if we talk about the Father, Son, and Holy Spirit as though they were 3 different gods or one was not God, in each of those cases we're using bad grammar.
But if we say something like, the grace of God, Father, Son, and Holy Spirit be with you all, in that case, we're speaking good about God. Did you understand that? നിങ്ങൾക്കത് മനസ്സിലായോ? Probably not. മനസ്സിലായി കാണാൻ വഴിയില്ല. We cannot always understand everything, but we do believe that there are 3 separate persons. നമുക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല, പക്ഷേ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇത് 3 ആൾക്കാരാണ്, 3 വെവ്വേറെ ആൾക്കാർ. The Father, the Son, and the Holy Spirit. പുത്രൻ, പിതാവ്, പരിശുദ്ധാത്മാവ്. And yet only one God. എന്നാൽ ഒരേ ഒരു ദൈവവുമാണ്. Why? Because the Bible tells me this in so many verses and passages. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ബൈബിൾ നമുക്കിത് ഒരുപാട് സ്ഥലങ്ങളിൽ ബൈബിളിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, the Lord Jesus said to his disciples, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, Go ye therefore and teach all nations, baptize them in the name of the Father and of the Son and of the Holy Spirit. നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവിൻ എന്ന് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 19-ാം വാക്യത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. One God, one name, but 3 persons who share the name of God. ഒരു ദൈവം, ഒരേ ഒരു നാമം, എന്നാൽ ആ നാമം 3 ആൾക്കാർ ഷെയർ ചെയ്യുന്നു. The Father, the Son and the Holy Ghost. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ്. We can also see this great truth in Isaiah chapter 6 and verse 8. ഈ വലിയ സത്യം നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിലും കാണാൻ പറ്റും. അതിൽ പറയാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? I heard the voice of the Lord saying, Who shall I send? And who will go for us? God was speaking to Isaiah and he asked a question. ദൈവം യെശയ്യാവിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ യെശയ്യാവ് ചോദിക്കുകയാണ്, Who shall I send? ഞാൻ ആരെ അയക്കേണ്ടു? Notice the word I. ഞാൻ ആരെ അയക്കേണ്ടു? ഞാൻ എന്നുള്ളൊരു വാക്ക് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? There is only one God. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. But then God continues with these words. എന്നിട്ട് ദൈവം പിന്നെ തുടർച്ചയിൽ പറയാണ്, And who will go for us? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുകയാണ്. So God uses the word us to show that while there is only one God, there is more than one person in the God. അവിടെ ദൈവം പിന്നെയും നമുക്ക് വേണ്ടി ആർ പോകുന്നു ചോദിക്കുമ്പോൾ അവിടെ പറയാണ്, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, എന്നാൽ അവിടെ 3 വ്യക്തികളുണ്ട് എന്ന് പറയാം. It is later in the Bible that we discover there are 3 persons. പിന്നീട് ബൈബിളിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് 3 വ്യക്തികളാണ്. I know that this is difficult to understand. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണെന്ന് എനിക്കറിയാം. But do you understand everything you see? Do you only believe what you can understand? നിങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ? അതോ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ നമുക്ക് മനസ്സിലാവുന്നത്? Example, do you understand how electricity works? വൈദ്യുതി എങ്ങനെയാ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഒരു ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം. When you press this switch, the light comes on. നമ്മൾ സ്വിച്ച് ഞെക്കുമ്പോൾ ലൈറ്റ് കത്തുന്നു, അല്ലേ? Do you understand how this happens? ഇതെങ്ങനെയാ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, അല്ലേ? Do you believe it? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. Have you ever seen a brown cow? നിങ്ങളൊരു ബ്രൗൺ കളറിലുള്ള ഒരു പശുവിനെ കണ്ടിട്ടുണ്ടോ? A brown cow eats grass and when the farmer milks the cow, he gets white milk. നിങ്ങൾ ഒരു ബ്രൗൺ കളറുള്ള പശുവിന് തിന്നുന്നത് പച്ച കളറുള്ള പുല്ലാണ്. പക്ഷേ അതിനെ നമ്മൾ അതിന്റെ പാലെടുക്കുമ്പോൾ പാലിന്റെ നിറം എന്താ? വെള്ള കളറാണ്, അല്ലേ? And he churns the white milk, he gets yellow butter. വെള്ള കളറുള്ള പാല് നമ്മൾ കടഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് മഞ്ഞ നിറത്തിലുള്ള ബട്ടർ കിട്ടും, അല്ലെ? വെണ്ണ കിട്ടും. How does a brown cow eat green grass and give white milk? എങ്ങനെയാണ് ഒരു ബ്രൗൺ കളറുള്ള പശു ഒരു പച്ച കളറുള്ള പുല്ല് തിന്നിട്ട് വെള്ള കളറിലുള്ള പാല് നമുക്ക് തരുന്നത്? Do you understand it? No, അല്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. But do you believe it? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. Yes, right? There are many things we do not understand. നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. And there are many things we believe even though we don't understand them. നമുക്ക് മനസ്സിലാകാതെ നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? The same is also true when we read the Bible. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. We believe what it says even though sometimes we don't understand what it says. നമുക്ക് ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ അതിനെ വിശ്വസിക്കുന്നു. അതുപോലെയാണ് ബൈബിൾ, അല്ലേ? The same is true when we think about God. ഇതുപോലെ തന്നെയാണ് ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ. He is so much bigger, greater and higher than we are. നമ്മളെപ്പോൾ ഒരുപാട് ഉയരത്തിലും വലുതുമാണ് നമ്മുടെ കർത്താവ്, അല്ലേ? Therefore, there is so much about God that we cannot understand. അതുകൊണ്ട് തന്നെ ദൈവത്തെ പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. If we could understand everything about God, he could not be God anymore. നമുക്ക് ദൈവത്തെ പറ്റി എല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവമാവില്ല പിന്നീട്, അല്ലേ? He
he would just be like us. നമ്മളെ പോലെ തന്നെ ഒരാളായിരിക്കും. But those things we don't understand, we believe. If the Bible tells us, they are true. ബൈബിൾ നമ്മുടെ അടുത്ത് സത്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? So kids, we saw that the first person in Godhead is God the Father, and God the Father is very special Father to God the Son, that is Jesus Christ, and He is a Father to all those who trust in Jesus as their Savior. കുട്ടികളെ, ത്രിയേക ദൈവത്തിൽ ആദ്യത്തെ വ്യക്തി ആരാ? പിതാവാം ദൈവം, അല്ലെ? ഈ പിതാവാം ദൈവം ഒരു സ്പെഷ്യൽ പിതാവാണ്. യേശുക്രിസ്തുവിന് ഒരു സ്പെഷ്യലായി പിതാവാണ്. നമുക്കും ഒരു നല്ല പിതാവാണ്, അല്ലെ? നമുക്കെന്ന് പറയുമ്പോ ആരൊക്കെ യേശുക്രിസ്തുവിൽ തന്റെ രക്ഷകനായി വിശ്വസിക്കുന്ന എല്ലാവർക്കും പിതാവാം ദൈവം ഒരു നല്ല പിതാവാണ്. ഓക്കെ, യെസ്. അപ്പോ സോ ഇൻ ദ ബൈബിൾ there are a lot of truths that explain about God the Father, and one of the truth is the verse that we all know. You all know the verse John 3:16, right? What does John 3:16 say? You've all learned it by heart, right? Yes, John 3:16 says, "For God so loved the world that He gave His only begotten Son, that whoever believes in Him should not perish but have everlasting life or eternal life." Okay, കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ് യോഹന്നാൻ 3:16. എന്താണ് പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അല്ലെ? നമുക്ക് എല്ലാവർക്കും ഈ വാക്യം കാണപ്പാട് അറിയാം, അല്ലെ? യെസ്. സോ വാട്ട് ഡസ് ദിസ് വേഴ്സ് മീൻ? ഓക്കെ, സോ വി ക്യാൻ സീ, let's see word by word here. Okay, I've underlined the words here. For God so loved. So who is God here? Who is God? We are referring to God. Who is God here? That is God the Father. Okay, that's God the Father. And love the world. Who is the world? It's you and I. Okay, we are the world. So God loved us so much that He gave His only Son. Who is the only Son? That is Jesus Christ. Okay, that whoever again refers to you and I, whoever, okay, believes in Him. Him is again referring to Jesus Christ. Okay, should not perish but have eternal life. കുട്ടികളെ, നമുക്ക് ഈ വാക്യത്തിന്റെ അർത്ഥം നോക്കാം. യെസ്, ഇപ്പൊ ഇവിടെ പറയുന്നു തന്റെ ഏകജാതനായ. അപ്പൊ തന്റെ എന്ന് പറയുമ്പോ ഇവിടെ ആരാ ഉദ്ദേശിക്കണേ? തന്റെ എന്ന് പറയുമ്പോ പിതാവാം ദൈവം. ഓക്കെ, പുത്രനിൽ, തന്റെ ഏകജാതനായ പുത്രനിൽ എന്ന് പറയുമ്പോ പിതാവായ പുത്രനായ ദൈവം, അതാരാ? യേശു ക്രിസ്തു, അല്ലെ? വിശ്വസിക്കുന്ന ഏവനും പറയുമ്പോ ആരാ? നമ്മള്, അല്ലെ? നിങ്ങളും ഞാനും എല്ലാരും. ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം. ഇവിടെ ദൈവം എന്ന് പറയുമ്പോ ആരാ? പിതാവാം ദൈവം. അവനെ പറയുമ്പോ പുത്രനായ ദൈവം, അത് യേശു ക്രിസ്തു. ഓക്കെ, നൽകുവാൻ തക്കവണ്ണം ലോകത്തെ. ലോകം പറയുമ്പോ ആരാ? നമ്മളെല്ലാരും, അല്ലെ? യെസ്, നമ്മളെല്ലാരും ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ നമ്മൾ ഈ വാക്യത്തിൽ എന്താ കാണുന്നത്? ദൈവം, പിതാവാം ദൈവം നമ്മളെ ഓരോരുത്തരെ ഒരുപാട് സ്നേഹിച്ചു, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനാ അയച്ചേ? നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ, അല്ലെ? നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ യേശു ക്രിസ്തുവിനെ അയച്ചു,
അല്ലെ? അപ്പൊ നമ്മളിവിടെ എന്താ കാണുന്നേ? പിതാവാം ദൈവത്തിന്റെ സ്നേഹമാ കാണുന്നത് അല്ലെ? അപ്പൊ പിതാവാം ദൈവം നമ്മളെ ഓരോരുത്തരും ഒരുപാട് സ്നേഹിക്കുന്ന ദൈവമാണ് അല്ലെ? So children, what do we see in this verse? What do we see in this verse? That God the Father loves us so much. He loves us very, very much. So how did he show his love for us? That he sent his only begotten son. He loved his son very much, but he allowed his son, Jesus Christ, to leave heaven and come down to this earth. Why? Why did he come to this earth? To die for us on the cross, to die for our sins. He took our place on the cross to give us eternal life. So we see the love of God the Father here, right? He loves us very, very much, right? But you know what? Some kids think that God is a very strict father. He's standing with a stick to punish everybody who does wrong, right? He's looking who is doing wrong and to punish them. Many of the kids think that, right? Do you think so? But what does this word say, children? That no, he's not looking to punish us, but he loves us very much. Just like we saw, you remember the story that we saw when we learned God as is a father, the prodigal son? Yes. So God was waiting for the son to come back to him, right? Not to punish him, but he was waiting that the son will come back to him, and he was waiting that he will repent and come back to him, right? Yes. So God loves us very much, and he wants to help us, and he's always there with us. Okay? അപ്പൊ കുട്ടികളെ കുറെ പേര് എന്താ ആലോചിക്കണേ? പിതാവായ ദൈവം അവിടെ ഒരു വലിയ വടി കൊണ്ട് സ്വർഗത്തിൽ നിൽക്കുക അല്ലെ? എന്താ നിൽക്കണ വടി കൊണ്ട്? ആരെ തെറ്റ് ചെയ്യണേന്ന് നോക്കി അവരെ ശിക്ഷിക്കാൻ അല്ലെ? കുറെ കുട്ടികള് അങ്ങനെ വിചാരിക്കുന്നേ. നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നേ? അല്ല അല്ലെ? ദൈവം എന്താണ്? സ്നേഹവാനായ പിതാവാണ്. ഓക്കെ, നമ്മളെ ഓരോരുത്തരും ഒരുപാട് സ്നേഹിക്കുന്നു. നമ്മള് മുടിയനായ പുത്രന്റെ കഥ കേട്ടില്ലേ അല്ലെ? മുടിയനായ പുത്രൻ തെറ്റ് ചെയ്തപ്പോ അവിടെ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോ ശിക്ഷിച്ചില്ല. എന്ത് ചെയ്തു? ക്ഷമിച്ച് തിരികെ വന്നപ്പോ എന്ത് ചെയ്തു? സ്നേഹിച്ചു അല്ലെ? അപ്പൊ അതുപോലെ ദൈവം നമ്മള് തിരിച്ചു വരാൻ വേണ്ടി ദൈവം അവിടെ കാത്തു നിൽക്കുക അല്ലെ? അപ്പൊ അതാണ് നമ്മൾ കാണുന്ന പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവമാ. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ഇത് ഓർക്കണം. Let's listen to a story. Ready for a story, kids? Okay. So during the First World War, there were many mothers and fathers in America who sent their son for war. Okay, and in a few cities in America, they followed a custom. That is, they put up a lighted star in their window to show that their son had left for war. Okay, കുട്ടികളെ ഒരു സ്റ്റോറി കേൾക്കാം. സ്റ്റോറി കേൾക്കാൻ റെഡിയാണോ? ഓക്കെ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അനേക മാതാപിതാക്കൾ തന്റെ പുത്രന്മാരെ യുദ്ധത്തിന് വേണ്ടി അവര് അയച്ചായിരുന്നു. ഓക്കെ, അപ്പോ ചില സ്ഥലങ്ങൾ, അമേരിക്കയിൽ ചില സ്ഥലങ്ങൾ അവര് ഒരു പ്രത്യേക കസ്റ്റം ഫോളോ ചെയ്തായിരുന്നു. ഓക്കെ, അതെന്താണെന്ന് അറിയാം. അത് അവരുടെ പുത്രന്മാരെ ഒരു വീട്ടിൽ നിന്ന് അയക്കുമ്പോ അവരുടെ ജനലിൽ ഒരു സ്റ്റാർ തൂക്കിയിടുമായിരുന്നു. ഓക്കെ, അപ്പൊ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇത്. ഈ സ്റ്റാർ കാണുമ്പോ അറിയാം അവർ തന്റെ പുത്രനെ യുദ്ധത്തിലേക്ക് അയച്ചു എന്ന് അവർക്ക് അറിയാം. Okay, so that was a custom a few cities followed. Okay, they put up a lighted star in their window to show that their sons had left for war. Okay, yes. So one day there was a little boy and his father were walking in the street, and
this boy, as he saw a lighted star in a window, he shouted, "Father, look, a lighted star. That family has sent their son for war." Okay, so each time he saw a star, he would shout and tell his father. കുട്ടികളെ, അപ്പോൾ ഒരു ദിവസം ഒരു കുഞ്ഞ് കൊച്ചും തന്റെ പിതാവും റോഡിലേക്ക് നടന്നു പോവായിരുന്നു. അപ്പൊ ഈ കൊച്ച് ഈ സ്റ്റാർ കാണുമ്പോ ഒരു വീട്ടിലേക്ക് സ്റ്റാർ കാണുമ്പോ അച്ഛനടുത്ത് ഇങ്ങനെ ഓർക്ക പറയുമായിരുന്നു, പപ്പ നോക്ക്, ഒരു സ്റ്റാർ, ആ കുടുംബം അവരുടെ പുത്രനെ യുദ്ധത്തിലേക്ക് അയച്ചേക്കാണ് എന്ന് പറയുമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ സ്റ്റാർ കാണുമ്പോ ഈ ചെറിയ കൊച്ച് ഇങ്ങനെ അലച്ചു പറയുമായിരുന്നു. ഓക്കെ, so as he saw stars, he used to point to the star and tell his father that. Okay, suddenly they came to a open space where they saw a star in the sky, an evening star in the sky shining brightly, and the son looked up at the sky and said, "Father, look, a star in the sky." അപ്പോ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ കണ്ട് ഓരോരോ സ്റ്റാർ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോ പെട്ടെന്ന് ഈ കൊച്ച് ആകാശത്തിലേക്ക് നോക്കി ഒരു സ്റ്റാറിനെ കണ്ടു, ഒരു നക്ഷത്രനെ കണ്ടു. ആ നക്ഷത്രം നല്ല ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്ന തിളങ്ങുന്ന ഒരു നക്ഷത്രനെ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ ഈ കൊച്ചെന്താ പറഞ്ഞെന്നറിയോ? ഈ കൊച്ചു പറഞ്ഞു, പപ്പ നോക്ക്, ദൈവം തന്റെ പുത്രനെ അയച്ചു. ദൈവം ഒരു നക്ഷത്രം എവിടെ? ആകാശത്തില്. അപ്പൊ ദൈവവും തന്റെ പുത്രനെ അയച്ചു. പക്ഷെ ദൈവം തന്റെ പുത്രനെ യുദ്ധത്തിന് വേണ്ടിയാണ് അയച്ചത് അല്ല അല്ലെ? പിതാവായ ദൈവം തന്റെ പുത്രനെ, യേശുക്രിസ്തു ദൈവമായ പുത്രനായ ദൈവത്തെ ലോകത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ വേണ്ടിയാ അല്ലെ? Yes, so this son, he shouted, look father, God must have sent his son too. And that's right? So right children, we know that God sent his son too, but not for war, but he sent to the earth to die for us, for our sins. Yes, he came to make peace for us. Correct? Yes. And just like we saw in the first Christmas, the wise men, they saw a star too. And when they saw a star, they knew that God had sent his son to the earth. Right? Yes, how amazing, right? Yes, കുട്ടികളെ, നമ്മള് ആദ്യത്തെ ക്രിസ്മസ് സ്റ്റോറിയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? വിദ്വാൻമാര് എന്ത് കണ്ടു? ആകാശത്തിലെ ഒരു നക്ഷത്രനെ കണ്ടേ അല്ലെ? അപ്പൊ ആ നക്ഷത്രം കണ്ടപ്പോ എന്തറിഞ്ഞു? അവരറിഞ്ഞു പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് അവർ ആ നക്ഷത്രം കണ്ടപ്പോ അവരറിഞ്ഞു, മനസ്സിലായി അല്ലെ? യെസ്, എന്താ അത്ഭുതം അല്ലെ? യെസ്, so God loves us very much. God the Father loves us very much, and he sent his son to the earth for us. What a great love the Father has shown us, right? കുട്ടികളെ, ഈ പിതാവായ ദൈവം നമ്മളെ എന്തോരം സ്നേഹിച്ച് അല്ലെ? തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു അല്ലെ? അപ്പൊ ദൈവം ഈ തന്റെ സ്നേഹം ഇങ്ങനെയാണ് കാണിച്ചത് അല്ലെ? നമ്മൾ ഇവിടെ ലോകത്തില് കുറെ പേര് കാണിക്കുന്ന സ്നേഹം പോലെയാണ്. അവര് ചിലപ്പോ വെറുതെ വായ കൊണ്ട് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയും. പക്ഷെ പ്രവൃത്തിയിൽ നമ്മള് ചിലപ്പോ അത് കാണാറില്ല അല്ലെ? പക്ഷെ ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിച്ചു. തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു അല്ലെ? യെസ്, God loved us with an everlasting love. He loved us so much that he gave his only begotten son to die for us on the cross, right? Not like the love that we see in this world. Like some people, they just say I love you, but they don't really mean it. They will not even show that love to us. But God, he demonstrated his love for us by sending his son for us. Okay, sending his son to the earth for us to die for our sins. What a great love.
the Father has shown us, right, children? Yes. So, what did we learn in the lesson today? That we learned that God is one, and there are three. Even though God is one, there are three separate persons. That is God the Father, God the Son, and God the Holy Spirit, and they are one, right? Yes. അപ്പോൾ കുട്ടികളെ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ദൈവം ഒന്നേ ഉള്ളൂ, ഒരു ദൈവം. പക്ഷെ നമ്മള് ഈ ഒരു ദൈവത്തില് 3 വ്യക്തിത്വമുണ്ട്, അല്ലെ? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അല്ലെ? ഈ മൂന്ന് സെപ്പറേറ്റ് ആയാലും അത് ഒരു ദൈവമാണ്, അല്ലെ? Yes. So we learned that God the Father loves us very much, and He showed His love for us by sending His Son Jesus Christ to the earth to die for us. Okay, അപ്പോൾ നമ്മൾ ഇന്ന് പിതാവായ ദൈവത്തിനെ കുറിച്ച് പഠിച്ചു. പിതാവായ ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിച്ചു, തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു, നമുക്ക് വേണ്ടി മരിക്കാൻ അയച്ചു, അല്ലെ? നമ്മൾ ഇനി അടുത്ത ആഴ്ച നമുക്ക് പുത്രനായ ദൈവം, പരിശുദ്ധാത്മായ ദൈവത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. ഓക്കെ, സോ ടിൽ ദെൻ ബൈ. ഇനി നമുക്ക് ഒരു മെമ്മറി വേഴ്സ് പഠിക്കാം. Acknowledge and take to heart this day that the Lord is God in heaven above and on the earth below. There is no other. Deuteronomy 4:39. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. യെശയ്യാവ് 46:9. Remember the former things of old, for I am the God and there is no other. I am the God and there is none like me. Isaiah 46:9.
ഹായ് കിഡ്സ്, ഐ എം ബാക്ക്. നമുക്ക് ഇന്നൊരു ആക്ടിവിറ്റി ചെയ്യാം. നമ്മൾ ഇത്ര നേരം ട്രിനിറ്റീനെ പറ്റി പഠിച്ചു അല്ലേ? We learned that the Father, the Son and the Holy Spirit are God. So നമുക്ക് അതിനെ പറ്റി ഒരു ആക്ടിവിറ്റി ചെയ്യാം. Let's get to the activity now. So first നമുക്ക് വേണ്ടത് ഒരു A4 ഷീറ്റ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ബോർഡർ വരച്ചിട്ട് നിങ്ങളിവിടെ ഹെഡിങ് ട്രിനിറ്റി എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് 3 ഐസ്ക്രീം സ്റ്റിക്സ്, 3 ഐസ്ക്രീം സ്റ്റിക്ക് വേണം. പിന്നെ ഗം വേണം, മാർക്കർ വേണം. പിന്നെ നമുക്ക് 4 സർക്കിൾ കട്ട് ചെയ്യണം. ഞാനിവിടെ 4 സർക്കിളിന് എഴുതിയിട്ടുണ്ട്. ഒരു സർക്കിളിൽ ദ സൺ എന്ന് എഴുതണം, വേറെ സർക്കിളിൽ ദ ഫാദർ, പിന്നെ ഗോഡ്, പിന്നെ ദ ഹോളി സ്പിരിറ്റ്. ഇനി നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഒരു ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പം നിങ്ങൾ ഈ 3 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ വല്ല റിബണോ അല്ലെങ്കിൽ നിങ്ങൾ വരച്ചിട്ടോ അല്ലെങ്കിൽ വല്ല പേപ്പർ സ്ട്രിപ്പ് കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇപ്പം നമ്മളിത് ഈ പേപ്പറിലേക്ക് ഒട്ടിക്കാൻ പോവാണ്. നമ്മുടെ ട്രയാങ്കിൾ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ സർക്കിൾസ് ഒട്ടിക്കാം. സോ ആദ്യം നിങ്ങൾ ഗോഡ് എന്ന് എഴുതിയേക്കുന്ന സർക്കിൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ നടുക്ക് ഒട്ടിക്കണം. സോ അത് നമുക്ക് ചെയ്യാം. ഇനി ദ ഫാദർ എന്ന് എഴുതിയേക്കുന്ന സർക്കിൾ എടുത്തിട്ട് ഈ മുകളിലായിട്ട് ഈ 2 സ്റ്റിക്സിന്റെ നടുക്ക് മീറ്റിംഗ് പോയിന്റിന്റെ അവിടെ ഒട്ടിക്കണം. ഇനി ദ സൺ, അത് ഈ അറ്റത്തൊട്ടിക്കുക. ഇനി ദ ഹോളി സ്പിരിറ്റ് ഈ അറ്റത്ത് ഒട്ടിക്കാം. അപ്പൊ നമ്മള് ഇതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്കർ എടുക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ചു ദ ഫാദർ ഈസ് ഗോഡ്. അപ്പം നിങ്ങളിവിടെ ഇസ് എന്ന് എഴുതണം. ദ ഫാദറിന്റെ താഴെ ഇസ് എന്ന് എഴുതാം. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. പിന്നെ നമ്മൾ പഠിച്ചു ദ സൺ ഈസ് ഗോഡ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇസ് എന്ന് എഴുതി എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ദ ഹോളി സ്പിരിറ്റ് ഇസ് ഗോഡ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇസ് എന്ന് എഴുതി എന്നിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കും. The Father, the Son, the Holy Spirit are 3 separate persons and yet are one God. They are fully God and are powerful. So next let's write the Father is not the Son. So marker edukka എന്നിട്ട് write is not. The same way the Son is not the Holy Spirit. So ഇവിടെ is not. The Holy Spirit is not the Father. So is not. So നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? The Father, the Son and the Holy Spirit are God, but the Father is not the Son. The Son is not the Holy Spirit. The Holy Spirit is not the Father. They are separate persons. So kids, I hope you liked today's activity. നിങ്ങൾക്ക് ട്രിനിറ്റിയുടെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾ ഓർക്കണം, there is only one God and 3 persons. God the Father, God the Son, that is Jesus Christ, and God the Holy Spirit. അപ്പോൾ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്ത് ഞങ്ങൾക്ക് പിക്ചേഴ്സ് അയച്ചു തരണം. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ബൈ.